ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 3 സെൻറ് തോമസ് ഡേ എന്ന് അറിയപ്പെടുന്ന ദിവസമാണ്. സെൻറ് തോമസ് ഡേയിൽ നമുക്ക് ഒരു വലിയ ധ്യാനം വിശുദ്ധ തോമാ ശ്ലീഹായുടെ ജീവിതം തരുന്നുണ്ട്. ഏറ്റെടുത്ത നിയോഗം നിവൃത്തിയാക്കുവാൻ വേണ്ടി പരിധികളില്ലാതെ സഞ്ചരിച്ച ഒരു മഹത് വ്യക്തിയാണ് തോമാ ശ്ലീഹ. ഭാരതത്തിൻ്റെ മണ്ണിൽ യേശുവിനെ പരിചയപ്പെടുത്താൻ കാതങ്ങളോളം വിശ്രമമില്ലാതെ സഞ്ചരിച്ചു ഈ ഭക്തൻ. തനിക്ക് ദൈവം തന്ന നിയോഗം കലവറ കൂടാതെ അദ്ദേഹം എത്തേണ്ടിടത്ത് എത്തിച്ചു. ദൈവം തൻ്റെ ശക്തി നിരന്തരം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അത്ഭുതാവഹമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നാം വിലയിരുത്തണം. ഇതിൽ നിന്ന് നാം ഒരു നിയോഗം ഉൾക്കൊള്ളുകയും ചെയ്യണം. ദൈവം നമുക്കൊക്കെ ചില നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നിയോഗങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് വലിയ ത്യാഗം ആവശ്യമുള്ള ഒരു സംഗതിയാണ്. സ്വയപരിത്യാഗത്തിന് തയ്യാറാകാത്ത ഒരാൾക്കും തൻ്റെ നിയോഗം പൂർത്തിയാക്കാനായിട്ട് കഴിയില്ല. സത്യത്തിൽ തോമാ ശ്ലീഹായ്ക്ക് ഊർജം കിട്ടിയത് യേശുക്രിസ്തുവിൻ്റെ സ്വയപരിത്യാഗത്തിൽ നിന്നാണ്. ഓർത്തു വച്ചാൽ സ്വർഗത്തിൽ ലഭ്യമാകാമായിരുന്ന അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ട എന്ന് വച്ചിട്ട് ഈ ഭൂമിയിൽ മനുഷ്യവേഷത്തിൽ മനുഷ്യനായി ജീവിച്ച് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ വളരെ ദയനീയമായി ഏറ്റെടുത്ത് മനുഷ്യനെ പാപത്തിൽ നിന്ന് പരിത്രാണം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ആ ഒരു മനോഭാവം, ഏറ്റെടുത്ത നിയോഗം നിവൃത്തിയാക്കാൻ ഏതറ്റം വരെയും പോകാനുള്ള മനസ്സ്, ഇതാണ് മാർ തോമാ ശ്ലീഹായിൽ കണ്ടത്. ഇത് യേശുവിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. ഈ നിയോഗം നമ്മളിലേക്കും പകരണം. ഏറ്റെടുത്ത നിയോഗം നിവൃത്തിയാക്കാൻ ഏതറ്റം വരെയും ഞാനും പോകും. എന്ത് നഷ്ടം വന്നാലും ഞാൻ പിന്മാറില്ല, ഞാനത് നിവൃത്തിയാക്കുമെന്ന ഒരു പരിപൂർണമായ തീരുമാനം. അങ്ങനൊരു തീരുമാനത്തിലൂടെ ജീവിത വിജയം ലക്ഷ്യമിടാനും അത് നേടുവാനും എല്ലാവർക്കും ദൈവം സഹായം നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം പാറക്കരയച്ചൻ.